റൈറ്റ് ഹാൻഡ്, ഫ്രണ്ട് ഹാൻഡ്, ഫിറ്റ് ഹാൻഡ്, നിപ്രേനോ? നിർത്തായി. ഈ ഇടയ്ക്ക് ചെറുതായിട്ട് മോഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആർക്ക്? വെല്ലവന്റെ ഫുട്ബോൾ ബല്ലിനടക്കി ഏറ്റു വെച്ചോണ്ട് നാണക്കേടാ ഇത് കേട്ടോ. അതായത് ഫുട്ബോൾ അല്ല, എന്റെ സിക്സ് പാക്കാ. ഇത് സിക്സ് പാക്ക് അല്ല, ഇവന്റെ ബാക്ക് എന്ന് പറയാൻ പറയുന്നല്ലേ. അത് പഴയ കൗണ്ടറാ, വെച്ചേരാ കയ്യിൽ കേട്ടോ. വെള്ളം വെള്ളം ദാഹിച്ചു വരുന്നതിനും പച്ചവെള്ളം കൊടുക്കാൻ പാടില്ല. അയ്യോ, നിങ്ങളെ കുടുംബ മഹിമ വിളമ്പാനല്ല പറഞ്ഞത്. ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ താകോച്ചേ. എടാ, ഓടി വരുമ്പോ ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു പന്തിന് 2 ഇല വെള്ളം വരുത്. ഞങ്ങൾക്ക് വെള്ളം കുടിച്ചുകൂടാ. ലാമാർക്ക് ഐസ്ക്രീം തിന്നാലോ. അയ്യോ എടാ, അത് അവന്മാർ ഐസ്ക്രീം കഴിക്കുന്നല്ല, പിന്നെ? ഓടി പൊളന്ന് വായി പുണ്ടം വന്നിട്ട് വായിന്ന് പത വരുന്നതാ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഇത് കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് 7ന്റെ വെള്ളം തരും. 7ന്റെ വെള്ളോ? കണ്ടിട്ടില്ലേ? പച്ചക്കുപ്പിയിൽ 7 എഴുതിയ വെള്ളം. സെവനപ്പല്ലേ അത്? എന്തപ്പായാലും വാമപ്പിന് പോകാം. നമുക്ക് പോയേക്കാം. വാ. എവിടെ പോണ്ട? നിങ്ങളല്ലേ പറഞ്ഞു നമുക്ക് പോയേക്കാന്ന്? എടാ, വാ, നമുക്ക് പോയേക്കാന്നല്ല, പിന്നെ വാമപ്പിന് പോകാന്നാ പറഞ്ഞത്. ആ കോപ്പിനായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്ത്. ഇന്നലെ ഞാൻ നിങ്ങളെ കുറെ പൈസ തന്നായിരുന്നല്ലോ, കുറെ സാധനങ്ങൾ മേടിക്കാൻ. എല്ലാം മേടിച്ചാ? അയ്യോ, ആ പൈസ എടുത്ത് ഞങ്ങൾ തിന്നില്ല. കേട്ടാത്തോന്ന് ഞങ്ങൾ അതിന്റെ അടുത്ത് ചമ്മാളി. ഞാൻ നിങ്ങളെ സംശയിച്ചതല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങളതൊന്നും ചെയ്യത്തില്ല. കിട്ടു നോക്ക്, നോക്ക്. അളവല്ലെങ്കിൽ കൊണ്ടുവരുന്ന മാറ്റി തരാന്ന് പറഞ്ഞു. നോക്ക്, നല്ല കളർ നോക്കി സെലക്ട് ചെയ്ത് നോക്ക്. കോച്ച് വന്നിരുന്നെങ്കിലേ കറക്റ്റ് നമ്മൾ ഇട്ട് നോക്കി കറക്റ്റ് അളവിന് എടുക്കായിരുന്നു. പിന്നെ എന്തുവാടാ ഇത്? എന്തുവാ ഇത്? വേണ്ട, എന്തോന്നടാ ഇത്? വാറ്റ്. അയ്യേ, ഞാൻ നിങ്ങളുടെ എന്തുവാ പറഞ്ഞത്? ബാറ്റ് ഷർട്ടുകൾ മാറ്റണമെന്ന് പറഞ്ഞില്ലയോ? അയ്യോ, ദാ കിടക്ക്. എടാ, നിന്റെ അടുത്തൊക്കെ ഞാൻ വാറ്റ് ഷർട്ടും മേടിക്കാനാണോ പറഞ്ഞത്? പിന്നെ ബാറ്റ് ഷർട്ടിലും മേടിക്കാനാണോ പറഞ്ഞത്? ദൈവമേ, ഞാനിപ്പോ ഇനി ഇതെന്തോ ചെയ്യും? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, നല്ല കളർ നോക്കി ഒരെണ്ണം എടുത്തിട്ടിട്ട് ഇതിൽ നിന്ന് 2 അടിച്ചോണ്ട് കിടന്ന് ഉറങ്ങും. അയ്യോ, എനിക്ക് വയ്യ. അണ്ണനെ വയ്യെന്ന് നീ ഇട്ടു പറ. അത് പിന്നെ എന്ത്? ഈ കുട്ടനാടൻ താറാവ് മുട്ടയിടാൻ പോകുന്ന കണ്ടിട്ടുണ്ടോ? താറാവാ? ഓണ്ട. ദൈവമേ, എടാ, ഈ ബാറ്റ് ഷട്ടിലും മേടിക്കാൻ പറഞ്ഞത് എടാ, ഇത് സ്പോർട്സ് ഐറ്റമാണ്. അതായത് ആദ്യം നമ്മൾ ഷട്ടിൽ എടുത്തിട്ട് ബാറ്റ് വെച്ച് അങ്ങോട്ടടിക്കും. അപ്പൊ അവിടെ നിൽക്കുന്നവൻ സ്പീഡിൽ ഇങ്ങോട്ടടിക്കും, നമ്മൾ വീണ്ടും അങ്ങോട്ടടിക്കും. അവൻ വാശിയോടെ ഇങ്ങോട്ടടിക്കും, നമ്മൾ വീണ്ടും അങ്ങോട്ടടിക്കും. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നമ്മൾ അങ്ങോട്ട് അടിച്ചിട്ടാണല്ലോ അവന്മാർ തിരിച്ച് ഇങ്ങോട്ട് അടിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് അടിക്കാൻ പോണ്ട, നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ട് അടിക്കണം. എന്തിനാണ് മറ്റുള്ളവരായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ദൈവമേ, 4ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത നിന്നെയൊക്കെ ഞാൻ എങ്ങടാ സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് കയറ്റുന്നത്? നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ സ്പോർട്സ് കോട്ടയിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തരുമോ? എന്ന് കയറിയാണല്ലോ ജോലി എടുത്ത് തരാനേ. ഇത് കിഴക്കേ കോട്ടയോ ബേക്കൽ കോട്ടയല്ല, എടാ, ഇത് സ്പോർട്സ് കോട്ടയാണ്. സ്പോർട്സ് കോട്ട എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. ആദ്യം ഷോർട്ട് പുള്ളൊരു പിടി പിടിക്കാം. ഓക്കെ. പുട്ട് സോഫ്റ്റ് ആണെങ്കിൽ എനിക്ക് 1.5 കുറ്റി പുട്ടും പപ്പടവും പയറും. നല്ല മത്തിക്കറി ഉണ്ടെങ്കിൽ എനിക്കും വേണം 1.5 കുറ്റി പുട്ട്. പുട്ടൊക്കെ നിന്റെയൊക്കെ വായിൽ ഞാൻ അറിഞ്ഞു കയറ്റും. പുട്ട് തിന്നുന്ന കാര്യമല്ല, ഷോർട്ട് പുട്ട്. അത് സ്പോർട്സിലെ ഐറ്റമാണ്. ഇതെന്താണെന്നറിയാമോ? ആനപ്പിണ്ടം. ആനപ്പിണ്ടവാ? എന്ത് മണ്ടത്തരോടാ നീ പറയണത്? ആനപ്പിണ്ടോ ഒന്ന്? ഓച്ചേ, ആനയ്ക്ക് കൊടുക്കാനുള്ള ഉണ്ട ശർക്കരയല്ലേ? ഉണ്ട ശർക്കരയാ? അല്ല, ഈ ഉണ്ട ശർക്കര തിന്നാലേ പിണ്ടം ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതല്ല, ഇതാണ് ഷോർട്ട് പുട്ട്. ഇതെടുത്ത് എന്റെ കയ്യിൽ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, ഇതിന് ഇത്രയും ഭാരം ഉണ്ടായിരുന്ന? ഇതൊന്നും ഇത് ഉപയോഗിച്ചിട്ടില്ലയോ? എവിടെന്ന്? അല്ല, പണ്ട് ഞാനിത് ഉപയോഗിക്കുമ്പോഴേ ഒരു ഷോർട്ട് പുട്ടായി. അതൊക്കെ നമ്മളെ നാട്ടിൽ പറയണത് ഗോലി എന്നാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് ഐറ്റത്തിൽ പിടിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. എന്റെ കോച്ചേ, ഇത് ആർക്കറിഞ്ഞൂടാ? അറിയാല്ലേ? കലപ്പയന്തിയ കർഷകൻ താണ്ട് കിടക്കുന്നടാ. സ്പോർട്സിൽ കർഷകനെ കൊണ്ടിറക്കി വെച്ചേക്കാം. അതല്ല, അത് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ അത് സ്ട്രിക്റ്റ് സിമ്പിൾ ഉണ്ട്. അതാണ്. നീ ഇങ്ങ് വന്നേ, ഇങ്ങോട്ടോ. നീ ഇങ്ങനെ നില്ല്. പൊന്നരി വളം വിളിയിൽ കല്ലെറിയുന്നോളെ. KPSC എംബ്ലം ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത്. എടാ, മാറാ ഇങ്ങോട്ട്. എടാ, അതായത് ഈ കമ്പ് ഇങ്ങനെ നീണ്ടു നിന്നിട്ടേ അതിന്റെ അറ്റത്ത് കൂർത്തൊരു മോനെ വന്നിട്ട് ഇങ്ങനെ എറിയുമല്ലോ. ജാവലിൻ ത്രോ. അത് തന്നെ, ജാവലിൻ ത്രോ. അതെറിഞ്ഞാണ് നമ്മുടെ ധീരജ് ചോപ്ര സ്വർണ്ണം എറിഞ്ഞിട്ടത്. അതുപോലെ എന്റെ പ്രിയ സിസ്റ്ററായ ജുംബും ഗുംബും സ്വർണ്ണം എറിഞ്ഞിടണം. കേറി പറിക്കണോണ്ട് കുഴപ്പമുണ്ടോ? കേറി പറിക്കാനാ? വേണ്ട, നമുക്ക് മൂടോടെ കുടുതിഞ്ഞെടുക്കാം. മൂടോടെ പിടാനാ? അല്ല, സ്വർണ്ണം കാറ്റുന്ന മരമല്ലേ പറഞ്ഞത്. എന്തോ നോക്കണത്? ഒരു വെട്ടുകത്തി കിട്ടുമോ നോക്കിയതാ. നിങ്ങൾ കയറണ്ട,
മരം കാണിച്ചാൽ ഞങ്ങൾ കയറി വെട്ടിക്കോളാം. നിന്നൊക്കെ മൂടോട് വെട്ടിക്കളയാനാ. എടാ യവന്മാരെ ഞാൻ എന്ത് പറയാനാണ്. എടാ നീയൊക്കെ ഒരു കാര്യം പറ മനസ്സിലാക്കണം. കോച്ചേ. സ്പോർട്സ് എന്ന് പറഞ്ഞാണ്ടല്ലോ ബിയർ പൊടിക്ക് നേടാനുള്ളതാ. സത്യം. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് ബിയർ പൊടിക്ക് ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരെ എത്തിയെന്നറിയാമോ? നാക്കെടുത്ത കള്ളവല്ല നിങ്ങൾ പറയത്തില്ല. എന്റെ പൊന്നളിയ അപ്പുറത്തെ തട്ടയുടെ നിന്ന് മുറിവീടിയും ചവിട്ടി അണച്ചിട്ട് 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറുമ്പോ എവിടെ വിയർപ്പെടുക്കാനോ? എടാ, അതല്ലടാ ഞാൻ പറഞ്ഞത്. പിന്നെ എടാ നമ്മൾ ഈ സ്പോർട്സിൽ നിന്ന് ഒരുപാട് സമ്മാനങ്ങൾ നേടണം. എനിക്ക് സ്പോർട്സ് കോട്ടയിൽ ജോലി കിട്ടു. കോച്ചിന് എന്തെങ്കിലും ആദ്യമായിട്ട് സമ്മാനം കിട്ടിയപ്പോഴാന്നറിയാമോ? ആ. ഞാൻ ഹൈ ജമ്പ് ചാടി, അതും 40 അടി പൊക്കത്തിൽ. 40 അടി പൊക്കത്തില്. അപ്പൊ ചാടി ആയിരിക്കത്തില്ല, ആരോ ചുരുട്ടി കൂട്ടിയെടുത്ത് എറിഞ്ഞതായിരിക്കും. കോച്ചിനെ നിനക്ക് ശിക്ഷയുണ്ട്. ഒരു കാര്യം ചെയ്യ്, ആ ഫുട്ബോളിൽ കാറ്റടി. എന്താ ചിരിക്കുന്നത്? അവന്റെ ചെവി പിടിച്ച് അല്ലേ ചെവിയെ പിടിക്ക്. നീ ഫുട്ബോൾ പിടിച്ചോട്, അവൻ കാറ്റടിക്കും. ചെല്ല. അല്ല പിന്നെ വെള്ളം കുടി തന്നെ വെള്ളം കുടി. ഓ Rega, rega, maga, maga,